ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു ഇഫ്താർ റെസിപ്പിയാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നൊരു നല്ലൊരു ബ്രെഡ് ബോൾ റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും, പക്ഷേ അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി പാൻ ചൂടാക്കി കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിൽ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും, 2 പച്ചമുളകും, ഒരു സവാള നന്നായിട്ട് അരിഞ്ഞതും, കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഇട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും 1/2 ടീസ്പൂൺ പൊടിച്ച മുളകും ചേർത്ത് വേവിച്ച ചിക്കനെ ഇട്ടുകൊടുത്ത് മസാല ഇട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ മസാല പരിപാടി. മസാല നമുക്ക് റെഡിയാണ്. ഇനി കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ട് അതിൻ്റെ എല്ലാ സൈഡ്സും നല്ലപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക. ഒരു സ്ലൈസ് എടുത്തിട്ട് ഇതുപോലെ പാലിൽ നന്നായിട്ട് മുക്കി കൊടുക്കുക. അധികം വരുന്ന പാല് കൈകൊണ്ട് പതുക്കെ അമർത്തിയിട്ട് ആ ബൗളിലേക്ക് തന്നെ തിരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. മസാല കുറച്ചെടുത്തിട്ട് നല്ല ചെറിയ സൈസ് ബോളായിട്ട് ഉരുട്ടിയെടുക്കുക. നമ്മൾക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബ്രെഡിൽ ആ ബോൾ വെച്ചിട്ട് ബ്രെഡിൻ്റെ എല്ലാ കോർണേഴ്സും കൂടിയും കൂട്ടി യോജിപ്പിച്ച് നല്ലൊരു ബോളാവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ടത് ഉരുട്ടിയെടുക്കാൻ നോക്കുക. അതുപോലെ നമ്മൾ എല്ലാ ബോൾസും നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെക്കാം. കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്കുക. അതിൽ നമ്മൾ എല്ലാ ബോൾസും നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. മുട്ടയിൽ മുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. നമ്മൾ നേരത്തെ പാലിൽ മുക്കിയതുകൊണ്ട് തന്നെ നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യാൻ പറ്റും. ഇതുപോലെ നമ്മൾ എല്ലാ ബോൾസും റെഡിയാക്കി എടുക്കുക. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഈ ബോൾസൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇടുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഒരു 1-2 മിനിറ്റ് ആകുമ്പോഴത്തേനും ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളുടെ ടേസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ബോൾസ് റെഡിയാണ്. ഇത് വീഡിയോ കാണുന്ന പോലെ ഒരുപാട് ടൈം എടുക്കുന്ന ഐറ്റം ഒന്നുമല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. നമ്മൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും. കുറച്ച് എരിവും കുറച്ച് മധുരമൊക്കെ ഉള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക, എന്നോട് അഭിപ്രായം പറയുക, ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.